ഹലോ ഫ്രണ്ട്സ്, ഞാനിന്ന് വന്നിട്ടുള്ളത് പൊങ്കലിൻ്റെ റെസിപ്പി ആയിട്ടാണ്. വെൺപൊങ്കലാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി കൂടിയാണിത്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അതിനു മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും സവിതാസ് ഫുഡ് കോർണറിലേക്ക് സ്വാഗതം. വെൺപൊങ്കൽ ഉണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ ഒരു കപ്പ് ചെറുപയർ പരിപ്പാണ് എടുത്തിട്ടുള്ളത്. 250 ml കപ്പിൽ ഒരു കപ്പാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. പിന്നെ അതിലേക്ക് വേണ്ടത് ഒരു കപ്പ് പച്ചരിയാണ്. അതും 250 ml കപ്പിൽ ഒരു കപ്പാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ചെറുപയർ പരിപ്പും പച്ചരിയും ഒരേ അളവിൽ തന്നെയാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ ചെറുപയർ പരിപ്പ് ഒന്ന് വറുത്തെടുക്കണം. ആദ്യം പരിപ്പ് വറുത്തെടുക്കാനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് പരിപ്പ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് 1 മിനിറ്റോളം നന്നായിട്ട് വറുത്തെടുക്കാം. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം വറുത്തെടുക്കാനായിട്ട്. അപ്പോൾ വറുത്ത് വരുന്ന സമയത്ത് നല്ലൊരു മണം വരും കേട്ടോ. പരിപ്പ് കരിഞ്ഞു പോകാണ്ട് ശ്രദ്ധിക്കണം. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ അതൊരു 1-1.5 മിനിറ്റോളം ഞാൻ വറുത്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. കൂടെ തന്നെ പച്ചരിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം. 3-4 പ്രാവശ്യം നന്നായിട്ട് കഴുകിയെടുക്കാം. അപ്പോൾ അത് പരിപ്പും പച്ചരിയും കൂടെ നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ? ഇനി ഇത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. അതിനായിട്ട് ഒരു കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. കുക്കറിലേക്ക് നമ്മൾ കഴുകി വെച്ചിട്ടുള്ള പരിപ്പും പച്ചരിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഈ പൊങ്കൽ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. മുഴുവനായിട്ടും കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. വേവാൻ ആവശ്യമായിട്ടുള്ളത് 6 കപ്പ് വെള്ളമാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. 1 കപ്പ് പച്ചരിക്കും 1 കപ്പ് ചെറുപയർ പരിപ്പിനും കൂടെ ഞാനിവിടെ 6 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. എല്ലാം 250 ml കപ്പിൽ അളന്നെടുത്തിട്ടുള്ളതാണ്. വെള്ളം ഒഴിച്ച് കൊടുത്തതിന് ശേഷം പിന്നെ അതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ കുറച്ച് മുന്നിട്ട് നിൽക്കണം കേട്ടോ. അപ്പോഴാണ് അരിയിലും പരിപ്പിലേക്ക് നന്നായിട്ട് പിടിക്കും. ഉപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് 3 വിസിൽ വരുത്താം. വളരെ സിമ്പിളാണ് ഉണ്ടാക്കാനായിട്ട്, നല്ല ടേസ്റ്റുമാണ് കേട്ടോ. ഇപ്പോൾ 3 വിസിൽ വന്ന് അതിലത്തെ പ്രഷറൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ അരിയും പരിപ്പൊക്കെ നന്നായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. നമ്മൾ വെച്ച വെള്ളമൊക്കെ കറക്റ്റായിരുന്നു. കണ്ടില്ലേ? നന്നായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം. ഇതുപോലെ ഒന്ന് ഉടച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. പരിപ്പും അരിയൊക്കെ നന്നായിട്ട് തന്നെ വെന്ത് ഉടഞ്ഞു കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വറുത്തിടണം. വറുത്തിടാനായിട്ട് മീഡിയം ഫ്ലെയിമിൽ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 4 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കണം കേട്ടോ. നെയ്യ് ഇട്ട് കൊടുക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിന് പകരം സൺഫ്ലവർ ഓയിൽ എടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ 4 ടേബിൾ സ്പൂൺ നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ആ നെയ്യൊക്കെ നന്നായിട്ട് ഉരുകി വന്നിട്ടുണ്ട്. ഇതിലേക്ക് 2 ടീസ്പൂൺ കുരുമുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. കുരുമുളക് ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് ഇതിലേക്ക് 2 ടീസ്പൂൺ ചെറിയ ജീരകമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ചെറിയ ജീരകം നന്നായിട്ട് പൊട്ടി വരണം കേട്ടോ. ഇനി ഇതിലേക്ക് ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. ഏകദേശം 1 ഇഞ്ച് നീളത്തിലുള്ള ഇഞ്ചിയാണ് എടുത്തിട്ടുള്ളത്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് അണ്ടിപ്പരിപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. ഏകദേശം ഒരു 10-12 അണ്ടിപ്പരിപ്പോളം ഉണ്ട്. അപ്പോൾ അണ്ടിപ്പരിപ്പൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഈ അണ്ടിപ്പരിപ്പൊക്കെ ഒന്ന് മൂത്ത് വരണം. അണ്ടിപ്പരിപ്പൊക്കെ ഒന്ന് റോസ്റ്റായി വന്നു കഴിഞ്ഞാൽ പിന്നെ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കായമാണ്. കായത്തിൻ്റെ പൊടി കേട്ടോ. 1/2 ടീസ്പൂണോളം കായത്തിൻ്റെ പൊടി ചേർത്ത് കൊടുക്കുക. കായത്തിൻ്റെ പൊടിയൊക്കെ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി, അല്ലെങ്കിൽ അതൊക്കെ ചിലപ്പോൾ കരിഞ്ഞു പോകും. കായം കൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് ഇളക്കിയതിന് ശേഷം പിന്നെ അതിലേക്ക് കറിവേപ്പിലയാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം.
അതിനുശേഷം ഇത് പൊങ്കലിലേക്ക് ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. പൊങ്കലിൻ്റെ കൂടെ സൈഡായിട്ട് തേങ്ങാ ചട്നിയോ സാമ്പാറൊക്കെ ഉണ്ടെങ്കിൽ സൂപ്പറാണ് കേട്ടോ. അപ്പോൾ അതായത് ഇത്രയേ ഉള്ളൂ, നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള വെൺപൊങ്കൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും പൊങ്കലിനൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ, എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ. താങ്ക് യു.